നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇതൊരു പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ടൈംലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ മാനിഫെസ്റ്റേഷൻ റീഡിംഗ് കൂടിയാണ്. പോസിറ്റീവായ ചിന്തയോടു കൂടിയും പോസിറ്റീവായ എനർജിയോടു കൂടിയും നിങ്ങൾ ഈ റീഡിങ്സിനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും നെഗറ്റീവ് ആകുന്ന എല്ലാ എനർജികളെയും നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും. വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടു കൂടിയും നിങ്ങളിത് കാണാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്കിത് നെഗറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന മറ്റൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കിത് പോസിറ്റീവ് അല്ല എന്ന് തോന്നിയാൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ റീഡിങ്സിൽ കാണുന്ന ഏത് എനർജി ആണെങ്കിലും, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. പോസിറ്റീവുകൾ മാത്രമല്ല, നമ്മളിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെയും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പാസ്റ്റിൽ ചില കാര്യങ്ങളെയൊക്കെ കണക്റ്റ് ചെയ്താണ് നമുക്ക് ഈ റീഡിങ്സുകൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാണ്ട് നിങ്ങളെ വെറുപ്പിക്കലിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന ഒരു സന്ദേശം നൽകുന്നതോ അല്ല എന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ചിന്തയോട് കൂടി നിൽക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതിരിക്കുക. കാരണം നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നൽകണമെങ്കിൽ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജികളെയും നിങ്ങളെ ആ ഒരു കാര്യത്തെ മനസ്സിലാക്കി അതിനെ ഹീലാക്കി കളയുക എന്നുകൂടിയാണ് നമ്മൾക്ക് ഈ ഒരു റീഡിങ്സുകൾ കൊണ്ട് സാധിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം പോസിറ്റീവ് അല്ല എന്ന് തോന്നിയാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. ഒരിക്കലും അതിനകത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതായത് ബ്ലെസ്സിങ്സിൻ്റെ ഓപ്പണിംഗ് ആണ്. അതായത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ, ഫിനാൻഷ്യലി ഒരു പുതിയ തുടക്കത്തിന് പറ്റിയ ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പല രീതിയിൽ പല സിറ്റുവേഷൻസിൽ നിന്നും ഫിനാൻസ് സംബന്ധമായ ഒരു ഓപ്പണിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ ഏതെല്ലാം സിറ്റുവേഷൻസിലാണോ ഫിനാൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ തിരയുന്നത്, ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ലഭിക്കാതെ പോയ, നിങ്ങളിൽ നിന്നും മറ്റുള്ളവർ തരാതിരുന്ന ഫിനാൻസ് ആണെങ്കിൽ പോലും, നിങ്ങളിൽ നിന്നും വാങ്ങിയിട്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ഫിനാൻസ് ആണെങ്കിൽ പോലും അത് നിങ്ങളിലേക്ക് വരുവാനുള്ള ഒരു ഏറ്റവും നല്ല ഒരു ടൈമായിട്ടാണ് കാണുന്നത്. കൂടാതെ തന്നെ നിങ്ങൾ മറ്റേതൊക്കെ വഴികളിലൂടെയാണോ ഫിനാൻസിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്, ഇന്നത്തെ ദിവസം നിങ്ങൾക്കതെല്ലാം പോസിറ്റീവായിരിക്കും. നിങ്ങൾ വളരെ സ്ട്രോങ് ആയ, അതായത് നല്ല പവർഫുള്ളായ എനർജിയോട് കൂടി വിശ്വാസത്തോടു കൂടി നിങ്ങൾക്കിന്ന് മുന്നോട്ടേക്ക് പോകാം. കാരണം ഫിനാൻഷ്യലി വളരെയധികം സ്കോപ്പുള്ള ഒരു ദിവസമായിട്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ടാവും ഫിനാൻസിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപാട് എഫേർട്ട് എടുത്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റായൊരു റിസൾട്ട് കിട്ടാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ലോങ് പീരീഡായിട്ട്, കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഫിനാൻഷ്യലായ പ്രശ്നങ്ങളെ സോൾവ് ആക്കുക, അല്ലെങ്കിൽ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് അതിനൊക്കെ വേണ്ട മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിന് നിങ്ങൾ നിങ്ങളുടെ സൗകര്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടേതായ ആഗ്രഹങ്ങളെയെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരാണെങ്കിൽ, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഒരു മാറ്റം വരുന്നു എന്നാണ്. കാരണം ബുദ്ധിപൂർവ്വം നിങ്ങൾക്കിടെ മൈൻഡ് നിങ്ങൾക്കിന്ന് നല്ലൊരു ഗൈഡൻസ് നൽകുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ഈ ഒരു കാര്യത്തിന് വേണ്ടി നൽകുന്നു എന്നാണ് കാണുന്നത്.
അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ചില സൈനുകൾ, സിമ്പലുകളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നു. ചിലപ്പോൾ വല്ല ലോണായിട്ടോ ബിസിനസ് തുടങ്ങാനും, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് കാര്യമായിക്കോട്ടെ, ഒരു ആഭരണം വാങ്ങാനായിക്കോട്ടെ, എന്തെങ്കിലും വസ്തു, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നതിനായിക്കോട്ടെ, നിങ്ങൾ ഫിനാൻസിന് വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങൾ തേടി നടന്നു ഇരുന്നുവെങ്കിൽ, നിങ്ങളുടേതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫിനാൻസിന് വേണ്ടിയിട്ട് പല വഴികൾ തേടി നടന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് യഥാർത്ഥമാകുന്ന വ്യക്തിയുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കുന്നു, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ന് കുറേ വ്യക്തികളിൽ നിന്നും ഫിനാൻസ് മറ്റാർക്കൊക്കെയോ കൊടുക്കേണ്ടതായ ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. കരിയർ സംബന്ധമായ ഒരു സിറ്റുവേഷൻസിലാവാം, ചിലപ്പോൾ സാലറി പോലുള്ള കാര്യങ്ങളോ എന്തൊക്കെയോ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന ഒരു എനർജി. അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾ മറ്റുള്ളവർക്കൊരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഫിനാൻസ് കൊടുക്കേണ്ടി വരുന്നവരാണെങ്കിൽ, ഒന്നെങ്കിൽ കടമായിട്ടോ ഹെൽപ്പായിട്ടോ ഏത് രീതിയിലാണേലും സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ നിന്നും ആരെങ്കിലും ഇന്നത്തെ ദിവസം ചോദിക്കുകയോ നിങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ആ ഒരു ഫിനാൻസ് പിന്നീട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ട് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ കരിയർ പരമായതോ ബിസിനസ്സിനോ എന്ത് കാര്യത്തിനായിക്കോട്ടെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കയ്യിൽ നിന്നും ഫിനാൻസ് പോകേണ്ടതായ ഒരു സാഹചര്യം ആർക്കായാലും, അത് എത്ര ഇനി കൂടപ്പിറപ്പിനാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾ സാമ്പത്തികം കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളത് ചെയ്യരുത്. കാരണം ഈ സിറ്റുവേഷൻസ് പിന്നീട് ഓക്കെ ആക്കുക എന്നത് വളരെ ഡിഫിക്കൽറ്റി ആവും. നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ വളരെയധികം നെഗറ്റീവായ സിറ്റുവേഷൻസിലൂടെ പോകേണ്ടി വരും ആ ഒരു ഫിനാൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ എന്നാണ് കാണുന്നത്. ഇന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും കൊടുക്കേണ്ടതായ ഒരു സാഹചര്യം വന്നാൽ ശ്രദ്ധിക്കുക കേട്ടോ. ഫുൾ കാർഡാണ്. ചില കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കം, കാരണം കുറേ ആളുകളിലേക്ക് ഇന്ന് ഫിനാൻസ് വന്നു ചേരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് ഫിനാൻസ് വരുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇന്നൊരു പുതിയ തുടക്കം വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാം. ഇനി ഒരു ബിസിനസ്, ഒരു ടീം വർക്കോട് കൂടി ചെയ്യുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിലും, അതല്ല നിങ്ങളുടെ സെൽഫായിട്ട് തന്നെ നിങ്ങൾ കരിയർപരമായ കാര്യത്തിലോ എന്ത് കാര്യത്തിനായിക്കോട്ടെ, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ എന്ത് കാര്യമാണോ തുടങ്ങി വെക്കാൻ തീരുമാനിക്കുന്നത്, എന്ത് പ്രോജക്റ്റ് വർക്കായാലും, അത് നിങ്ങൾക്ക് സ്വന്തമായൊരു ഭവന നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ, ഒരു സ്ഥലം വാങ്ങുന്നതായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതം ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് നിങ്ങൾ തുടങ്ങുന്ന എന്തു കാര്യമായാലും അത് വളരെ പോസിറ്റീവാണ്. നല്ലൊരു ഗൈഡൻസോട് കൂടി, നല്ലൊരു അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്കിന്ന് ആ ഒരു കാര്യത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു സ്പിരിച്വലായിട്ടൊക്കെ ഒരു നിങ്ങളുടെ മതപരമായ വ്യക്തികളിൽ നിന്നൊക്കെ ഒരു അഡ്വൈസ് തേടുന്നതും നല്ലതാണ് എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്, ഇന്നത്തെ ആ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ചിലപ്പോൾ വിവാഹം പോലുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നൊരു വന്നു ചേരാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. അതിനു വേണ്ട ഒരു പുതിയ തുടക്കമാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം, അത് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് നല്ലൊരു എനർജിയിൽ നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് കാണുന്നത് നമ്മളുടെ മതപരമായ നമുക്കൊരു ഉപദേശം, ഒരു വ്യക്തിയിൽ നിന്നും ഒരു ഉപദേശം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയിൽ നിന്നും നല്ലൊരു ഗൈഡൻസ് നിങ്ങൾ നേടുന്നത് നല്ലതാണ് എന്നുകൂടി നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ എംപററാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരുപാട് ബർഡനൊക്കെ മാറ്റി വെച്ച് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, ഹാർഡ് വർക്കൊക്കെ ചെയ്തിരുന്ന വ്യക്തികൾക്ക് ഇന്ന് നിങ്ങൾക്കൊരു സമാധാനമായിട്ട് നിങ്ങൾക്കൊന്ന് ഇരുന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഇന്നൊരു സമാധാനപരമായ ഒരു ലൈഫിലേക്ക് മാറാൻ പറ്റുന്നൊരു ദിവസം, ഒരു റിലാക്സിങ് മൈൻഡ്. എനിക്ക് തോന്നുന്നു ഒരു 40 എബോവ് ഒക്കെ ആയ വ്യക്തികളിലാണ് ആ ഒരു എനർജി വരുന്നത്. അതായത് ഏകദേശം ഒരു ഫാദർ എനർജിയിലേക്കൊക്കെ പോകുന്ന വ്യക്തികളിൽ ഒരു 50-60 അതൊക്കെ എബോവിലേക്കൊക്കെ പോകുന്നവരിലാണ്. നിങ്ങൾ ആ പാസ്റ്റിലേക്ക് കാര്യങ്ങളെയൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ചിന്തിക്കാനും, നിങ്ങളുടെ ചില പാസ്റ്റിലെ കാര്യങ്ങളെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഈ പാസ്റ്റിൽ നിങ്ങളിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, ആരെങ്കിലും ആയിട്ടുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത ചില നെഗറ്റീവ് തോട്ട്സുകളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ തോളിലെടുത്ത് വെച്ചതാവാം. അതെല്ലാം നിങ്ങൾക്കിന്നൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങളൊരു
കൺട്രോളിങ് പവറിൽ നിർത്താൻ പറ്റുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു 50, 60, 40കൾക്ക് മുകളിലേക്കുള്ള കുറേ വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഇന്നൊരു റീയൂണിയൻ സാധ്യമാകുന്നുണ്ട് കേട്ടോ. ആർക്കാണെന്ന് നോക്കട്ടെ റീയൂണിയൻ സാധ്യമാകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു സ്റ്റക്കായിട്ട്, അതായത് എന്തെങ്കിലും ഒരു ബ്ലോക്കേജ്, ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ പെട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അകന്ന് നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് എനർജി, മറ്റേതെങ്കിലും പേഴ്സൺ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം, അതല്ലെങ്കിൽ ഒരു വിശ്വാസവഞ്ചന, അല്ലെങ്കിൽ വിശ്വാസക്കേട്, സംശയം, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിൽ നിങ്ങളൊരു സാറ്റിസ്ഫൈഡ് അല്ലാണ്ടാണ് നിങ്ങളുടെ പാർട്ട്ണറോടൊത്ത്, അത് പ്രണയമായിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമായിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറോടൊപ്പം നിങ്ങൾ ഒരു സന്തോഷമില്ലാതെ, ഒരു ഇരയാക്കപ്പെട്ട പോലെ, ഒരു പവർ ലോസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളിൽ ഇന്നൊരു പൂർണ്ണതയോടുകൂടിയ ഒരു സ്നേഹം, ഒരു അവസ്ഥയെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ്, നീതി ലഭിക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ലൊരു നീതി ലഭിക്കുന്നു, ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് കാരണമാകുന്നു. അതായത് കോൺഫ്ലിക്റ്റ് അവസാനിക്കുന്നു, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന തർക്കം, തടസ്സങ്ങൾ ഇതെല്ലാം മാറി ഒരു നല്ല രീതിയിൽ ഒരു സമാധാനത്തോടു കൂടി പോകാൻ പറ്റുന്ന, ഈഗോയൊക്കെ അവസാനിക്കുന്നു. ചിലപ്പോൾ വളരെ ഈഗോയുടെ ഒക്കെ പുറത്ത് ബന്ധങ്ങൾ അകന്ന് നിൽക്കുന്നവരും 2 മുറികളിൽ കിടക്കുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെയൊക്കെ ലൈഫ് സിറ്റുവേഷൻസിൽ. അപ്പോൾ ആ ഒരു ഈഗോയൊക്കെ അവസാനിച്ച് ഒരു കൈ കോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കടന്നു പോകുന്നു. ഇത് നിത്യവും സ്ഥിരമായി ആ ഒരു കൂടിച്ചേരൽ, ആ ഒരു സ്നേഹം, പ്രണയം നിങ്ങൾ കൈമാറുക കേട്ടോ. എപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ പ്രണയം നിറഞ്ഞു നിൽക്കട്ടെ. അപ്പോഴാണ് ഇടയിലേക്ക് മറ്റൊരു നെഗറ്റീവ് എനർജി, ഒരു തേർഡ് എനർജി കയറി വരാതെ ശ്രദ്ധിച്ച് തന്നെ കുടുംബ ബന്ധങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല പോലെ പ്രാർത്ഥിക്കുക. കുടുംബ ബന്ധം എത്രത്തോളം ബേസിക്കാണോ, അടിസ്ഥാനപൂർണ്ണമാണോ, അത്രത്തോളം ബാലൻസ് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വന്ന് ചേരും എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ദിവസമാണ് ഇന്ന് കാണുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ കുറേ വ്യക്തികൾക്ക് ഇന്ന് കുറച്ചൊന്ന്, ആദ്യം നമുക്ക് നല്ല എനർജി വന്നെങ്കിലും ഇടയ്ക്ക് ചില എനർജികൾ കുറച്ചും കൂടി വീണ്ടും ഒന്നും കൂടി സ്ട്രഗിളിങ് ചെയ്യണം, കുറച്ചും കൂടി ഫിനാൻസിൽ കോൺസെൻട്രേഷൻ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഫാമിലിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിൽ, കുടുംബത്തിനുള്ളിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാവാം, വിവാഹമാവാം, അതല്ലെങ്കിൽ ഫാമിലിയെ സംബന്ധിച്ച് ലോണും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് റിസ്കോട് കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന എനർജി ആവാം. കുറച്ച് ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് നിങ്ങൾ കുറച്ച് ഫിനാൻസ് സംബന്ധമായ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിനാൻസ് കണ്ടെത്തേണ്ടതായിട്ട് വരുന്നു. കുടുംബത്തിനകത്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാമ്പത്തികം ഇന്ന് കണ്ടെത്തേണ്ടി വരുന്നു. കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ കുറേ ആളുകൾ ഭയങ്കരമായിട്ട് മൈൻഡ് കോൺഫ്ലിക്റ്റ്, ചിലപ്പോൾ ഈ ശത്രുക്കളൊന്നും അറിയുന്നില്ലായിരിക്കും, നിങ്ങൾ ശത്രുക്കളോട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജി. അങ്ങോട്ടേക്കൊരു ബൗണ്ടറി ഇട്ട് നിങ്ങൾ ദൂരെ നിന്നുകൊണ്ട് ശത്രുക്കളുടെ നേരെ, ആരൊക്കെയാവാം, എന്തൊരു സിറ്റുവേഷൻസ് ആവാം, നിങ്ങളൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രശ്നങ്ങളുമില്ല, നിങ്ങൾ സ്വയം ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങൾ സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റാതെ ചില ഡിഫിക്കൽട്ടി, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടുന്ന എനർജി. അതായത് നിങ്ങൾ ഇമോഷണലി ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്നു. കാരണം കണ്ണ് കിട്ടിയ ഒരു എനർജി, ശരിക്കും മുന്നിലുള്ള നല്ലതിനെ കാണാൻ പറ്റാതെ നിങ്ങളുടെ നെഗറ്റീവായ ചിന്തകൾ, മറ്റുള്ളവരോട് തോന്നുന്ന നിങ്ങളുടെ ചില സംശയം വെച്ചുള്ള ചില എനർജികൾ നിങ്ങളെ ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു കേട്ടോ. ആ ഒരു സിറ്റുവേഷൻസിനെ എടുത്ത് നിങ്ങൾ ദൂരെ കളയുക. നമുക്ക് ഒരു കാര്യങ്ങളുമില്ല, കാരണം രാത്രിയിൽ ഉറക്കമൊന്നുമില്ലാതെ അമിതമായി സ്ട്രെസ് അനുഭവിക്കുന്നു. കാരണം നിങ്ങളെ ആരോ വാച്ചിങ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പിന്നാലെ ആരോ വരുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങളെ ആരോ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നു, ബന്ധനത്തിലാക്കി എന്നൊക്കെയുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലുകളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 7 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സെൽഫായിട്ടൊരു ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുന്നു, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ. പക്ഷേ നിങ്ങളെ ആരും വാച്ചിങ് ചെയ്യുന്നില്ല, നിങ്ങളെ ആരും ബന്ധനത്തിലാക്കിയിട്ടില്ല. അത് നിങ്ങളുടെ മുൻജന്മ കർമ്മയാണെന്ന് മനസ്സിലാക്കുക. ആ കർമ്മയിൽ നിന്ന് നിങ്ങൾ മാറുക, ആ സ്റ്റക്കാകുന്ന എനർജിയിൽ നിന്നും പോസിറ്റീവായൊരു എനർജിയിലേക്ക് വരിക, പുതിയൊരു ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത്. പുതിയ ഇമോഷണൽ ബാലൻസിലേക്ക് വരിക. ബ്ലെസ്സിങ്സ് ആണ്.
നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ സ്വന്തം ഉള്ള ആ ഒരു നെഗറ്റീവായ തോട്ട്സിനെ, നിങ്ങളുടെ ആ കാര്യങ്ങളെല്ലാം എടുത്ത് ദൂരെ കളയുക കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയോട് കൂടി നിൽക്കാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു, ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അതിൽ നിന്നും നിങ്ങൾ നല്ല കൺട്രോളിങ് പവർ, വിൽ പവർ വരുത്തണം. നിങ്ങൾ നല്ല പവറുള്ള വ്യക്തിയാണ്, ഞാൻ സ്ട്രോങ് എനർജിയിലാണ് പോകുന്നത് എന്നുള്ള ഒരു മനസ്സ്, മൈൻഡ് നിങ്ങളുടെ സോളിനും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ചിന്തകൾ, തലച്ചോറിനും നിങ്ങൾ കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഒരു ഒരു ബാഡ് കർമ്മയാണ് നിങ്ങളെ ആ ഒരു ചിന്തയിലേക്ക് നയിച്ചിരിക്കുന്നത്. അത് മുൻജന്മ കർമ്മയാണ്. അതിൻ്റെയൊക്കെ ഒരു എൻഡിങ് ടൈമാണ്. പുതിയൊരു ഇമോഷൻസ് ബാലൻസ് ചെയ്യുക കേട്ടോ. ഇത് ഹാങ്കഡ്മാനാണ് വന്നിരിക്കുന്നത്. അതായത് ചില കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഡിലേ ആയിട്ട് നിൽക്കുന്നു. ഒരു കാര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ, പക്ഷേ ഫിനാൻസ് സംബന്ധമായ ഒരു കാര്യമാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പിൽ നിങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കേണ്ടതായ ചില കാര്യങ്ങൾ, അതായത് ഒരു സക്സസ്, ചില ഓപ്പർച്യൂണിറ്റീസുകൾ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പതുക്കെ ഡിലേ ആയിട്ട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാതെ, അമിതമായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും പോകേണ്ടതായ ഭാഗ്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ചിന്തിക്കുക. വേഗം തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾക്ക് വേഗം തീരുമാനം തന്നെ എടുക്കുക. ഡിലേ ആവേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഡിലേ ആയിട്ട് നമ്മൾ കാണാൻ നിന്ന നാളെ എന്ന് ചിന്തിച്ചാൽ നമുക്കത് അങ്ങനെ കടന്നു പോകുകയുള്ളൂ. നമ്മുടെ നിമിഷങ്ങളും നമ്മുടെ മണിക്കൂറുകളും എല്ലാം നമ്മളെ വിട്ട് കടന്നു പോകുകയുള്ളൂ. ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഡിലേ, ആ ഒരു വെയിറ്റിംഗ് എനർജി എടുത്തു കളയുക. നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ നേതൃത്വത്തിൽ, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ ചുറ്റുപാടും ചെയ്യേണ്ടത്, ആ കാര്യം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഇന്നലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആയിരിക്കുമെന്നതിന് ഒരു മാറ്റവുമില്ല. അതുപോലെ സ്റ്റാർ കാർഡാണ്. പ്രതീക്ഷയുണ്ട്, പക്ഷേ പുറത്തു കളയുന്നു. വളരെ സ്കോപ്പോട് കൂടിയാണ് നിൽക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ലൈഫിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തണം. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളുകൊണ്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഒരു സ്റ്റക്കായ അവസ്ഥയിൽ നിൽക്കുന്നു. നിങ്ങൾ സെൽഫായിട്ട് തന്നെ നിങ്ങൾ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആണ് വരേണ്ടത്. നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ല എന്നാണ്. കാരണം ഒരു ഡിസിഷൻ എടുക്കാൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് കിട്ടുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല. എല്ലാ കാര്യവും ഡിലേ ആയി പോകുന്നു. പക്ഷേ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. മരിച്ചു കിടന്ന് അധ്വാനിക്കുന്നുണ്ട്, പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്, പ്രെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എവിടേക്കോ സ്റ്റക്കായി നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസമില്ലാത്തതാണ് അതിൻ്റെ കാരണമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ചെറിയ നെഗറ്റീവ് തോട്ട്സുകൾ, നമ്മളെപ്പോഴും പറയല്ലേ, ഇമോഷണലി ഉള്ള പ്രശ്നം നിങ്ങൾ ഓക്കെ ആക്കിയാൽ മാത്രമാണ് നിങ്ങൾ ഫിസിക്കലി ഓക്കെ ആവുള്ളൂ. നിങ്ങളുടെ ലൈഫിലേക്ക് ഭൗതികമാവുന്ന കാര്യങ്ങൾ വന്ന് ചേരുകയുള്ളൂ എന്നത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അബണ്ടൻസും സമൃദ്ധിയുമാണ്. വളരെയധികം പേഷ്യൻസോട് കൂടി, ഒരു മൈൻഡോട് കൂടി, സമാധാനപരമായ ഒരു ലൈഫ് സിറ്റുവേഷൻസോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സമയമാണ്. ദ ഡെവിൾ കാർഡാണ് കേട്ടോ വന്നിരിക്കുന്ന. കുറേ ആളുകളിൽ സ്റ്റക്കാണ്. നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളല്ല, ഒരു ബ്ലാക്ക് എനർജിയാണ്. അത് നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഹാർഡ് വർക്ക് ചെയ്യുന്നുവെങ്കിലും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ പാത, നിങ്ങൾ പോകുന്ന ആ ഒരു പാത കറക്റ്റ് അല്ല എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഫോക്കസിങ് കറക്റ്റ് അല്ല. നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കൺഫ്യൂഷൻ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതല്ല വേറെ കാര്യം ചെയ്യണം എന്നുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വരുന്നു. കാരണം നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജ്, ബ്ലാക്ക് എനർജി നിങ്ങളിൽ നിൽക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ വളരെയധികം ഹാപ്പിനെസ്സോടു കൂടി തന്നെ തിരിഞ്ഞു വരിക. അതായത് നിങ്ങളുടെ കുടുംബത്തിനോട് കൂടുതൽ അടുപ്പം കാണിക്കുക. നിങ്ങളുടെ കുടുംബ ലൈഫിലും കുടുംബ ജീവിതത്തിലും കുടുംബ പശ്ചാത്തലത്തിനും പ്രാധാന്യം കൊടുക്കുക. അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ശരിക്കും ഫോക്കസിങ് ചെയ്യുക എന്നാണ് കേട്ടോ കാണുന്നത്. ആ ഒരു നെഗറ്റീവ് ആകുന്ന എനർജിയെ നിങ്ങൾ വിട്ടുകളയുക. അതാണ് നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ഒരു ഭയം നിഴലിക്കുന്നത്. നിങ്ങളെ ആരോ വാച്ചിങ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പിന്നാലെ ആരോ ഉണ്ട്, നിങ്ങളെ സ്റ്റക്കാക്കുന്നു.
എന്തോ ഒരു എനർജി സ്റ്റക്കാക്കുന്നു എന്നാണ് നിങ്ങൾക്കൊരു തോന്നൽ വരുന്നു. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെ ഏതോ ഒരു ഒന്നെങ്കിൽ പൂർവികന്മാരുടെ എന്തെങ്കിലും പാവദോഷത്തിൻ്റെ ഫലമാവാം കേട്ടോ. അതായത് കുടുംബ എനർജി അതായത് കുടുംബത്തിൻ്റെ, അതായത് നമ്മുടെ പൂർവികരായ കാരണവന്മാരുണ്ടല്ലോ, അവരിൽ പറ്റിപ്പോയ ഏതൊക്കെയോ തെറ്റിൻ്റെ എനർജി നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ തലമുറയിലേക്ക് വരുന്നുണ്ട്, അത് നിൽക്കുന്നുണ്ട് എന്നതാണ് കേട്ടോ. അത് ആ ഒരു എനർജിയെ നിങ്ങൾ മാറ്റണം. ശരിക്കും പ്രാർത്ഥിക്കുക. നമ്മുടെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും മുടങ്ങാതെ ചൊല്ലുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. തീർച്ചയായിട്ടും കുറേ എനർജി ഇന്ന് ബ്ലോക്കേജ് ആണ് കേട്ടോ കാണുന്ന. ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെയും അതുപോലെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയൊക്കെയാണ് വരുന്നത്. ശരിക്കും പ്രെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ലൈഫിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് എനർജിയോട് കൂടി, ആ ഒരു നെഗറ്റീവ് എന്നൊരു ചിന്തയെ അങ്ങ് മാറ്റി നിർത്തി പോസിറ്റീവ് എനർജിയോട് കൂടി നല്ല വിൽ പവർ, മൈൻഡിന് നല്ല പവർ കൊടുത്ത് മുന്നോട്ടേക്ക് പോയിക്കോളുക. ഒരു ടൈം കഴിയുമ്പം ഏത് നെഗറ്റീവായ സാഹചര്യവും ഹീലായി പോകുന്നതായിരിക്കും. ആ ഒരു വിശ്വാസം നിലനിർത്തി തന്നെ പ്രാർത്ഥന, ആ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്നും വിട്ട് കളയരുത്. 24 hours പറയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ധൈര്യപൂർവ്വം പോസിറ്റീവ് എനർജിയോടുകൂടി മുന്നോട്ടേക്ക് പൊയ്ക്കൊള്ളുക. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതായിരിക്കും 100%. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.